Okay, we are live. Hello, hi, good evening. Good evening, all. Okay, so yet another OET examination was conducted today. അപ്പോൾ ഇന്ന് കുറേ എന്താ പറയുക നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഞാൻ സാറ്റർഡേ ഐ തിങ്ക് തേഴ്സ്ഡേ സ്പെക്കുലേഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ OET എക്സാം കഴിഞ്ഞു. ഹായ് നിജിത, ഹൗ ആർ യു? എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? ഹായ് മാം ആൻഡ് സർ, വി ആർ ഫൈൻ ഹിയർ. ഓക്കെ ഫൈൻ. അപ്പോൾ അങ്ങനെ OET എക്സാം കംപ്ലീറ്റഡ് ആയി. അപ്പോൾ എല്ലാവരും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. ഇൻഫർമേഷനൊക്കെ കുറച്ചൊക്കെ അത്യാവശ്യം ഒക്കെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തു. അപ്പോൾ ഈ വട്ടം ഞങ്ങൾ ശരിക്കും എന്താ പറയുക, ഇറ്റ് വാസ് ക്വൈറ്റ് എ ലോങ് ഡേ അല്ലേ? സാധാരണ നമ്മളെപ്പോഴും ഒരു അതെ റിലാക്സ്ഡ് സാറ്റർഡേ ഇൻ ദ സെൻസ് ലൈക്ക് വിൽ ഗെറ്റ് ഇനഫ് ടൈം ഫോർ ലുക്കിംഗ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രിപ്പയറിംഗ് ഇറ്റ്. ആൻഡ് അതുപോലെ തന്നെ സ്റ്റുഡൻസ് ദിൽ സെൻഡ് എ ലോട്ട് ഓഫ് മെസ്സേജസ്, വി ഗോ ത്രൂ ദാറ്റ് ആൻഡ് വി പ്രിപ്പയർ ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെയാണ്. But this time it was like quite a busy day. പക്ഷേ ഒരു ഹാപ്പിനെസ്സോടുകൂടിയുള്ളൊരു ബിസി ആയിരുന്നു. പ്രൗഡ് ഡേ തീർച്ചയായിട്ടും. നമ്മുടെ കളമശ്ശേരിയിൽ വെച്ച്, കളമശ്ശേരി നഴ്സിംഗ് കോളേജിൽ വെച്ച് നടന്ന, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ വെച്ച് നടന്ന KBNSA, അത് ഒരു ഗ്രൂപ്പ് ഓഫ് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസിൻ്റെയും ഒരു 7 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസിൻ്റെ, കണ്ണൂർ, തൃശ്ശൂർ, അങ്ങനെ 7 നഴ്സിംഗ് കോളേജസിൻ്റെ ഒരു ഓർഗനൈസേഷനാണ് KBNSA. യെസ്. സോ അവരുടെ ഇന്നത്തെ പ്രോഗ്രാം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു, സോറി കളമശ്ശേരി നഴ്സിംഗ് കോളേജിൽ വെച്ചിട്ടായിരുന്നു. സോ അത് ഹോസ്റ്റ് ചെയ്തത്, സ്പോൺസർ ചെയ്തത് സബ്ജക്ട് ലാംഗ്വേജ് അക്കാഡമിയാണ്. സോ നമ്മളത് ത്രൂ ഔട്ട് രാവിലെ തൊട്ട് എല്ലാ സ്റ്റുഡൻസിൻ്റെ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അവരുടെ അതെ തീർച്ചയായിട്ടും അതെ ആ യങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു എനർജിയൊക്കെ ഒത്തിരി കണ്ട് നമുക്ക് സ്റ്റേജൊക്കെ അങ്ങ് മിസ് ചെയ്യുമായിരുന്നു. എല്ലാ നഴ്സസും വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്ത് നല്ല രീതിയിൽ അവിടെ നല്ല രീതിയിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട്, അത് കംപ്ലീറ്റ്ലി യങ്സ്റ്റേഴ്സ്, ആ കുട്ടികളാണ്, ഓരോ നഴ്സിംഗ് സ്റ്റുഡൻസും ആണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ അത് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതിനോടൊപ്പം തന്നെ ഒത്തിരി ഓൾമോസ്റ്റ് 1 ഇയർ റെഗുലർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുള്ളൂ. നിങ്ങൾ ഓൺലൈനിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഒഫീഷ്യലി ഒരു റെഗുലർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് ഇപ്പം ഈ നവംബർ 1 നമ്മൾ ഫസ്റ്റ് 1 ഇയർ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഇത്രയും വലിയൊരു പ്രോഗ്രാം നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതും നഴ്സസ് മാത്രമുള്ള ഭാവിയിലെ നഴ്സസിന്റെ ഗ്രൂപ്പായിട്ടുള്ള ആ ഒരു നഴ്സിംഗ് കോളേജസ് ചെന്ന് നമ്മൾ കൊണ്ടാവുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്ത് സ്പോൺസർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ വി ഹാവ് സം മെസ്സേജസ്. ഹായ് മാത്യു ജോൺ മൂലക്കാട്ട്. ഓക്കെ, ഹായ് പ്രിയ, good evening. Hi Babita and Sia. So I skipped a name. That's my dad. Hi. Then Sia, hi, how are you Sia? And Nijita, always here as custodians. എപ്പോഴും അല്ലേ? Rajana, of course. Yes, Rajana ഉണ്ട്. Victoria, I think we're seeing first time. Hi Victoria, how are you? Okay. സോ യെസ്, അപ്പോൾ കീപ്പിംഗ് ദോസ് പ്രോഗ്രാംസ് എ പാർട്ട്, നമ്മുടെ എന്തായാലും എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും നമ്മളുടെ എക്സാമിനേഷൻ നടക്കും. എന്താ പറയുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്യണം. അത് വളരെ സീരിയസ് ആയിട്ട് എല്ലാ മന്തും നമുക്ക് 2 പ്രാവശ്യമായിട്ട് നടക്കുന്നൊരു എക്സാമിനേഷനാണ്. സോ അതിനെപ്പറ്റിയുള്ള അനാലിസിസും അതിൻ്റെ ഡിസ്കഷനും ഒക്കെ അത്രയും തന്നെ സീരിയസ്നെസ്സോടുകൂടി നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. സോ അതിനെപ്പറ്റിയായിരിക്കും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിക്ടോറിയ, ഹായ്. റിഗാർഡിംഗ് ക്രാഷ് കോഴ്സ്, എല്ലാ ലൈവിലും നമ്മൾ പറയുന്ന, കാരണം ഓരോ ലൈവിനും ശേഷം, ബിക്കോസ് ഒരു എക്സാം എൻഡ് ചെയ്യാൻ നേരത്തെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. എവറി മൺഡേ വി ഹാവ് ന്യൂ ക്രാഷ് കോഴ്സ് ബാച്ചസ്. ഇത് നമുക്ക് സെപ്റ്റംബർ 24th എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഈ വരുന്ന മൺഡേ 26th സെപ്റ്റംബർ ഓൺവേർഡ്സ് നമുക്ക് 2 പുതിയ ക്രാഷ് കോഴ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. For October 8th exam takers as well as for October 22nd exam takers.
ഒക്ടോബർ 2 എക്സാം ടേക്കേഴ്സിന് വേണ്ടി നമ്മൾ 23 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സാണ് നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 26 സെപ്റ്റംബറിൽ. ആൻഡ് ഫോർ ഒക്ടോബർ 8 സ്റ്റുഡൻസ് നമ്മൾ 11 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സാണ് ഈ തുടങ്ങാനുള്ളത് അല്ലേ. നമ്മൾ ഈ വരുന്ന മൺഡേ ആ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് ആസ് ഓൾവേസ് ഫോർ പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ് ലൈഫ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒന്നുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് റിഗാർഡിംഗ് വാട്ട് എക്സാക്ട്ലി ഈസ് ക്രാഷ് കോഴ്സ് മീൻ. നമ്മളൊരു വേർഡ് വിളിക്കുകയല്ല, എക്സാക്ട്ലി ക്രാഷ് കോഴ്സ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്, ഫസ്റ്റ് ടൈം ആയിട്ടുള്ളവർക്കല്ല. ഇത് എക്സാമിന് മുന്നേ ഓരോ എക്സാമിനും പ്രയർ ആയിട്ട് ആ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് ആണ്. അത് ലൈക്ക് നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ട് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും നമുക്ക് ഡെയിലി. സാധാരണ നമുക്ക് ഇവിടെ യൂഷ്വൽ കോഴ്സസ് ഉണ്ട് ഫോർ ബിഗിനേഴ്സ് ആൻഡ് റിപ്പീറ്റേഴ്സ്. കീപ്പിംഗ് ദാറ്റ് അസൈഡ് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഡെയിലി എല്ലാ മൊഡ്യൂൾസിൻ്റെയും 2 പ്രാക്ടീസ് മെറ്റീരിയൽസ് ആയിരിക്കും ചെയ്യാൻ കിട്ടുക. 2 റൈറ്റിംഗ്, 2 സ്പീക്കിംഗ്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഡെൽറ്റ് ഇൻഡിവിജ്വലി നിങ്ങളുടെ കംഫർട്ടബിൾ ടൈമിങ്ങിൽ അല്ലേ. അതുപോലെ ഡെയിലി എൻ്റെയും മാമിൻ്റെയും സെഷൻസ് നിങ്ങൾ ചെയ്യുന്ന റൈറ്റിംഗ് സ്പീക്കിംഗ് മെറ്റീരിയൽസിനെ ബേസ് ചെയ്ത് ഞങ്ങളുടെ 2 പേരുടെ ഡിസ്കഷൻ ക്ലാസ്സസ് ഉണ്ടാവും. റീഡിംഗ് ലിസണിങ്ങിനാണെങ്കിലും ഡെയിലി നമുക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ഡെയിലി പല സമയങ്ങളിൽ രാവിലെ 10 AM തൊട്ട് നൈറ്റ് ഒരു 11 PM വരെ പല പല സമയങ്ങളിലായിട്ട് നമുക്ക് റീഡിംഗ് ലിസണിങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് നല്ല സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എങ്കിൽ ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമീസ് വിത്ത് യു. അപ്പം നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന്റെ ഭാഗമാകാം. ഇഫ് യു ഹാവ് ടേക്കൻ dates on October 8th and October 22nd. അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി നോട്ട് ഓൺലി ജസ്റ്റ് ക്രാഷ് കോഴ്സ്, നമുക്ക് തുടക്കക്കാർക്ക് ബിഗിനേഴ്സിന് അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഓറിയന്റേഷൻ മുതലുള്ള ബേസിക് ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ആൻഡ് ഫോർ റിപ്പീറ്റേഴ്സ് ഓൾറെഡി എക്സാം എഴുതിയ കുട്ടികൾക്ക് അവർക്ക് നമ്മൾ അവരുടെ രീതിയിൽ അല്ലേ രീതിയിലുള്ള കോഴ്സുകൾ റിപ്പീറ്റേഴ്സ് കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങളുടെ രീതിയിലുള്ള കോഴ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി മെന്റ് ബൈ ഇൻഡിവിജ്വൽ സെഷൻസ് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് കേറ്റർ ചെയ്യുന്ന സർവീസസ് ആയിരിക്കും. ചിലർക്ക് 3 മാസം എടുക്കേണ്ട കുട്ടികളുണ്ടാവും, ചിലർക്ക് 2 മാസം മതിയായിരിക്കും, ചിലർക്ക് 10 days മതിയായിരിക്കും. അത് ഓരോ കാൻഡിഡേറ്റ്സിനനുസരിച്ച് അവരുടെ ആവശ്യമനുസരിച്ചിട്ടായിരിക്കും നമ്മളിത് ഈ മൊഡ്യൂൾസിൽ പല പല ടൈപ്പ് ഓഫ് കോഴ്സസ് നമ്മൾ മോൾഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കാം, ഒരു വ്യത്യാസവുമില്ല. ഓഫ്ലൈനിൽ റെഗുലർ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും എല്ലാ സർവീസസും നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയന്റ് ടൈമിൽ അവൈലബിൾ ആയിരിക്കും. ഒറ്റൊരു വ്യത്യാസമേ ഉള്ളൂ, നമുക്ക് ഇവിടെ ഹാർഡ് കോപ്പി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഓൺലൈൻ നമുക്ക് 4% കുട്ടികളും ഓൺലൈനിൽ പഠിക്കുന്നത് മിഡിൽ ഈസ്റ്റ് പുറത്തുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കുട്ടികളാണ്. അപ്പം അവർക്ക് ഒരിക്കലും നമുക്ക് ഹാർഡ് കോപ്പീസ് എത്തിക്കാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ പ്രൊവൈഡ് യു വിത്ത് soft copies. Okay, so we have quite a good messages from students. Jasna, hi. Sia, okay, nice to know that you're fine. Sarah, hi Sarah. Swati, hi Swati. Anita, Sebastian, hello, good evening. And Soumya, hi Soumya. Okay, Sarah has actually requested you to speak in English and also but then Sia has already given a message for them that they'll definitely consider Sarah's request. Okay, so far we are just promoting about our institution and the courses that we provide. So yeah, so nothing serious about examination. We haven't started the discussion in serious. Yes, so don't worry. All right, and then Babita and Reena. Okay, yes, Sudha, hi Sudha. Shini, hi. Okay, from Bahrain. Okay, Babita from Bahrain. Nice to know that. Okay, Babita എനിക്കറിയാം. Okay, fine. അപ്പോൾ നമ്മൾ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ദിസ് എക്സാം ഇസ് സംതിങ് ദാറ്റ് ഇസ് റിമാർക്കബിൾ. ലൈക്ക് ഇന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്പെഷ്യലി പറയാനുള്ളത് സ്റ്റുഡൻസിൻ്റെ ലിസണിങ് സെഷനിൽ അവർ കുറച്ച് ട്രബിൾ ഉണ്ടായി എന്നുള്ളതാണ്. ഒരു എക്സാം സെൻറ്ററിൽ അവർക്ക് ഓഡിയോ ഇച്ചിരി കട്ടായി പോയി. അപ്പോൾ അത് അവരെ കുറച്ച് പാനിക് ആക്കി എന്നുള്ളതാണ് പൊതുവെ സ്റ്റുഡൻസ് പറഞ്ഞത്. സോ ലിസണിങ് വാസ് ക്വൈറ്റ് ഡിസ്റ്റർബിങ് ഫോർ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഡ്യൂറിങ് ടുഡേയ്സ് എക്സാമിനേഷൻ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് അങ്ങനെ ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് വന്നതിനെ തുടർന്ന് OETക്ക് മെസ്സേജ് ചെയ്യുകയും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഇങ്ങോട്ട് എന്താ പറയുക മെസ്സേജ് റിവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് കമൻറ്റ് ചെയ്യാം അല്ലേ. നമ്മൾ ഓർക്കുന്നുണ്ട് ലാസ്റ്റ് എക്സാമിന് നമ്മുടെ സ്റ്റുഡൻസ് നമുക്ക് പറഞ്ഞിരുന്നു 2 ക്വസ്റ്റ്യൻ മേലുള്ള ഡൗട്ട് റീഡിങ്ങിൻ്റെ 2
ക്വസ്റ്റ്യന്മേലുള്ള ഡൗട്ട് അത് അവർ OET ഒഫീഷ്യൽസിനെ അറിയിക്കുകയും ആ 2 ക്വസ്റ്റ്യൻസ് പിന്നീട് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഹോൾ റീഡിങ്ങിൽ 2 ക്വസ്റ്റ്യൻ അവർ കൺസിഡർ ചെയ്യാതെയാണ് മാർക്ക് എടുത്തിരുന്നത്. അവർ ക്യാൻസൽ ചെയ്തിട്ടാണ് പിന്നീടുള്ള റിസൾട്ട് വന്നത്. സോ തീർച്ചയായിട്ടും ലിസ്ണിങ്ങിനും നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൺ തിങ് ദറ്റ് ഐ വുഡ് ലൈക്ക് ടു അഡ്വൈസ് ഓർ സജസ്റ്റ് ടു യു ഇസ് ഇറ്റ്സ് ബെറ്റർ ദറ്റ് യു കെൻ ഇൻഫോം ദം ത്രൂ യുവർ ഒഫീഷ്യൽ മെയിൽ, സോ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇന്ന് എക്സാം എഴുതിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know that you had the same problem. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ടേക്ക് ദാറ്റ് സ്റ്റെപ്പ്. ഓക്കെ. Hi Sedu, how are you? Delna, good evening. Okay, yes, continue. And the first thing, and reading, I think it was a pretty good reading, it seems. Reading sessions അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. How was the reading? The exam you can mark your comment. How was a reading session today? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും റീഡിംഗ്? റീഡിംഗ് സെഷൻസിനെ പറ്റി കമൻറ്റ് ചെയ്യുക. ലിസ്ണിങ്ങിന് അത്യാവശ്യമായിട്ട് ഇത് ഇപ്പം കുറച്ച് സ്റ്റുഡൻസിന് തോന്നിയതാണോ അതോ വൈഡ്ലി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി കമൻറ്റ് ആൻഡ് ലെറ്റ് us know. ലിസ്ണിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ടെക്നിക്കലി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെ അറിയിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഹൗ വാസ് യുവർ റീഡിംഗ് ടെസ്റ്റ്? റീഡിംഗ് എത്രത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി? പൊതുവേ നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഉള്ളത്. പക്ഷെ സിയും ബി പാർട്ട് ആൻഡ് സി പാർട്ട് വരാൻ നേരത്ത് ആസ് യു ക്യാൻ എക്സ്പീരിയൻസ് ലൈക്ക് ദേ വുഡൻറ്റ് ഹാവ് ഒരു assured answer because it's all about multiple choice questions. So even I don't expect them to have an assured answer. അതുകൊണ്ട് it's okay. And without wasting time, I think we'll move into the writing task. Definitely. Yes, writing task ആണ് എല്ലാവരും eagerly വെയിറ്റ് ചെയ്യുന്നത്. സോ സർ ലാസ്റ്റ് ടൈം ആക്ച്വലി റൈറ്റിംഗ് ടാസ്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ വന്നത്? ആൻഡ് ഹൗ വാസ് ദ ക്വസ്റ്റ്യൻ ഇൻ ജനറൽ? എങ്ങനെയുണ്ടായിരുന്നു? Unfortunately, my prediction went wrong this time. Like, it can happen. Yeah, definitely it can happen. I expected a transfer letter this week or an emergency letter. പക്ഷേ ഇത്തവണ വീണ്ടും കഴിഞ്ഞ എക്സാമിന് വന്നത്, അതായത് സെപ്റ്റംബർ 10th അല്ലേ ലാസ്റ്റ് എക്സാം, സെപ്റ്റംബർ 10th നമുക്കൊരു ട്രാൻസ്ഫർ ഓഫ് കെയർ എന്ന രീതിയിൽ ഒരു ഹോം വിസിറ്റ് ലെറ്റർ ആയിരുന്നു വന്നിരുന്നത്. ഇത്തവണ വീണ്ടും എക്സാം പറ്റും സെപ്റ്റംബർ 4 ഹോം വിസിറ്റ് ആയിരുന്നു. ഇന്ന് വീണ്ടും ഒരു ഹോം വിസിറ്റ് ലെറ്റർ തന്നെയാണ്. ട്രാൻസ്ഫർ ഓഫ് കെയർ ലൈക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് ഓൾസോ ഹോം വിസിറ്റ് ലെറ്റർ. കഴിഞ്ഞ തവണയും ഹോം വിസിറ്റ് ലെറ്റർ ആയിരുന്നു. പക്ഷേ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ കൊടുത്തിരുന്ന വേർഡ് ട്രാൻസ്ഫർ ഓഫ് കെയർ. ഇവിടെ പേഷ്യന്റ് കെയർ ട്രാൻസ്ഫർ ചെയ്യാണ്. പക്ഷെ പേഷ്യന്റിനെ അല്ല, പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. ആൻഡ് വി ആർ റിക്വസ്റ്റിംഗ് ഹോം വിസിറ്റ്. സോ ദാറ്റ് വാസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ദിസ് ടൈം. വീണ്ടും ഒരു സെയിം റെപ്പിറ്റേഷൻ ആണ്, ഹോം വിസിറ്റ് ലെറ്റർ ആണ്. ദ mostly asked question ആണല്ലേ OET examination. So nothing to be excited in that. And also ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, സെല്ലുലൈറ്റിസ് കൺഫേം ചെയ്യുന്നു, മാനേജ്മെന്റ് കൊടുക്കുന്നു, പേഷ്യന്റിന്റെ കണ്ടീഷൻ ലെവൽ പ്രോഗ്രസ് ആവുന്നു. അതിനുശേഷം പേഷ്യന്റ് ഹി വിഷസ് ടു ഗോ ബാക്ക് ടു ഹിസ് ഹോം. ആൻഡ് ഓൺ ദാറ്റ് റിക്വസ്റ്റ് നമ്മൾ ഹോം വിസിറ്റ് നഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യണം. സോ വളരെ നമ്മളെപ്പോഴും കണ്ടുവരുന്ന ഒരു ക്ലീഷേ ഒരു ലെറ്റർ കേസ് നോട്ട് തന്നെയായിരുന്നു. ബട്ട് വാട്ട് സ്റ്റുഡൻസ് വാസ് ലൈക്ക് ഇവിടെ ഈ പേഷ്യന്റിന് അല്ലെങ്കിൽ ഈ കേസ് നോട്ട് വളരെ ലെങ്തി ആയിരുന്നു. ഇൻഫാക്ട് ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കേസ് നോട്ട് ഇൻ ഡീറ്റെയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ഡേറ്റുകൾ 1, 2, 3 ഡേറ്റ്സുകൾ ഉണ്ടായിരുന്നു. ഈ ഡേറ്റുകളിൽ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പല കാര്യങ്ങളും നേഴ്സിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ലൈക്ക് ഇവിടെ പറയുകയാണെങ്കിൽ ഈ പേഷ്യന്റിന് ആർത്രൈറ്റിസ്, ബോസ്വെൽ എന്നാണ് ഈ പേഷ്യന്റിന്റെ. മിസസ് ബോസ്വെൽ എന്ന് തൽക്കാലം വിളിക്കാം. മിസസ് ബോസ്വെൽ എന്ന് പറയുന്ന ഈ പേഷ്യന്റ് ഒരു എൽഡർലി പേഷ്യന്റ് ആണ്, 70+ ഏജ് ഉള്ള ഒരാളാണ്. സോ ഷീ ഹാസ് എക്സ്പീരിയൻസിങ്, ഷീ ഹാസ് ബീൻ അണ്ടർ ട്രീറ്റ്മെന്റ് ഫോർ ആർത്രൈറ്റിസ് ഫോർ എ ലോങ്. ഒരുപാട് വർഷങ്ങളായിട്ട് ആർത്രൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിൽ കഴിയുന്നൊരു പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ റീസെന്റ് പേഷ്യന്റിന്റെ ആർത്രൈറ്റിസ്, റൈറ്റ് നീ ആർത്രൈറ്റിസ് അല്ലേ, റൈറ്റ് നീ ആർത്രൈറ്റിസ് പേഷ്യന്റിന് വേഴ്സൺ ആവുകയും അതിനെ തുടർന്ന് പേഷ്യന്റിന് ഒരു നീ റീപ്ലേസ്മെന്റ് സർജറി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
Okay. പക്ഷെ ആ സമയത്ത് like, Sir, speak in English. This Yeah, is a definitely, request. definitely. Okay. Okay. And Sudha has just finished her exam in Kuwait. Sudha, patient in the first name ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് comment ചെയ്യുക. That would be Definitely, really we will come to speaking. Okay. after And that. Yeah. Shubhankini and also has requested to speak in Oh, English. Shubhangi, okay. Shubhangi, sorry. Yes, Okay, so definitely, I was definitely. asking Sudha about the first name of our patient, if Okay. you remember. Okay, please Fine. continue, sir. So this patient, her name is Mrs. Boswell, who is a 76-year-old woman, and she is experiencing, she has been experiencing arthritis for a long, for like 5 or 6 years. Okay. And recently, as always, today's date is also 8th of Jan 2022. And recently, like 2 or 3 months ago, this arthritis has worsened and she was suggested for a knee replacement surgery. But it was postponed due to worsened ulcer. So here begins the actual story. All this information which I have told right now belongs under the heading of past medical history. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിലാണ് ഈ പറയുന്ന ആർത്രൈറ്റിസിൻ്റെ കാര്യവും അതുപോലെ തന്നെ ആർത്രൈറ്റിസ് വേഴ്സൺ അതിനെ തുടർന്ന് നീ റീപ്ലേസ്മെന്റ് സർജറിയുടെ കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ആൻഡ് റിഗാർഡിംഗ് ദ പ്രസന്റിംഗ് കംപ്ലൈന്റ്, ദിസ് പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ബാക്ക് ലൈക്ക് 3 months ago something with venous leg ulcer. And and then since then she was discharged home upon compressed bandage. Okay. But however, after 2 months, back in like 5 days ago, on 3rd of Jan 2022, she was readmitted to hospital with increased pain over the increased pain of the knee. Okay. Yeah. Yes, in Is between. there- I'm sorry, I was taking YouTube, so we have quite a good number of viewers in YouTube as well. Okay. So Jijo Churian, hi, Priya Pratas, like your T-shirt. Okay, thank you. All right, fine. Then hello, good evening. Tell us Anju, hi. Jissa, Ashna. Ashna has said that reading was tricky answers. Part C was confusing. So that's about reading from Asha's side. Now, Asha has also requested about the introduction side of this. Yeah, definitely, project. definitely. After explaining about the case note, I will come to that. Okay. So she was admitted to this patient was admitted to hospital 3 months ago with venous leg ulcer, and she was managed conservatively with compressed what was it? Bandage? Yeah, compressed Compression. compression bandage at home. Like for 2 months, almost for 2 months, she was managed at home with compression bandage. However, like 5 days ago, like today's date is 8th of Jan, and 5 days ago, like 3rd of Jan 2022, she was readmitted to hospital with increased pain over the right ankle, and later it confirmed cellulitis. Cellulitis was confirmed after the admission. In fact, after that, she was sent to emergency department and so on. Mm-hmm. So later, she was confirmed cellulitis. So ഇതാണ് ഇവിടെ എന്താണ് പറയുന്നത് diagnosis ആയിട്ട് പറയുന്നത്. And during that time, her temperature was high, elevated, like more than 39 degrees Celsius. And after that, over these 5 days, her temperature has reduced, and now it is under control. It is normal. And initially, she was reluctant to have food and water, and now she eats food and water normally, and she walks with the help of aid. ഒരുപാട് ഇൻഫർമേഷൻ പറയുന്നുണ്ട്. സോ ഇവിടെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന 3 months ബാക്ക് തൊട്ടുള്ള പ്രസന്റിൽ വരെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേഷ്യൻറ്റിന് ഈ പറയുന്ന സെല്ലുലൈറ്റിസ് കൺഫേം ചെയ്യാനെടുത്ത കാര്യങ്ങളും വീനസ് അൾസറിൻ്റെ മാനേജ്മെൻറ്റിന് ചെയ്ത കാര്യങ്ങളും മെഡിക്കേഷൻസ് കൊടുത്തത് നിലവിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരുപാട് മെഡിക്കേഷൻസ് അതൊന്നും ഞാൻ വായിക്കുന്നില്ല, പറയുന്നില്ല. ഈ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒരു കേസ് നോട്ടായിരുന്നു ഇതാണ് വന്നിരുന്നത്. സോ ദാറ്റ് വാസ് ദ ഡിഫിക്കൽട്ട് പാർട്ട് ഐ തിങ്ക് സ്റ്റുഡൻസ് മൈറ്റ് ഹാവ് കൺഫ്രണ്ടഡ്. And apart from that, regarding this case note, how to start your first body paragraph might have confused at least a majority of students, a proportion of students in fact. Okay. First body paragraph എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ like what my suggestion is, ഇവിടെ presenting complaint ഉം past history ആയിട്ട് directly link ഉണ്ട്. There is a direct link between the past history and the presenting complaint. Okay. Like because this patient has been under the treatment of arthritis for long. However, it was delayed due to however
and she's suggested for a knee replacement surgery. However, it was delayed following worsened ulcer. എന്ന രീതിയിൽ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ it would have been a better way of starting. That is my suggestion. If you have any other options or suggestions, you can paste it in the you can comment it over the Facebook or YouTube comment box. We'll discuss on that definitely. The viewpoint ആണ്. So the reason why I have suggested this kind of a narration is because this will convince the reader, or this will give a proper picture of the patient to the reader. That is what I have thought. If you simply start with 3 months ago she was admitted to hospital like so and so, the reader might think that everything happened like 3 months ago. But this is a continuation which started like long ago, അല്ലേ? അപ്പോൾ നമുക്കത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. Okay, Asha Thomas. She was consulted with her family doctor before that, and her GP referred to hospital due to increased pain. Writing our information that you might have missed. Yeah, I read. She was consulted with the family doctor before that and her GP referred to hospital due to increased pain. Yeah, was that information given in the case note? Even if it is given, I think that it is irrelevant because it happened long ago, like 3 or 4 months ago. And how it will help this nurse who is going for this home visit? That is my question. അത് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ആ നേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ലൈക്ക് ഐ തിങ്ക് ആശ എഴുതണമെന്നാണോ പറഞ്ഞത്? അല്ല, I think she's helping with information. Okay, fine. Yes, so ആശ അങ്ങനെയാണെങ്കിൽ ആശ അത് എഴുതേണ്ട ആവശ്യമുണ്ടോ ആശ? If you think it is to be noted down, okay, fine. സോ ഇവിടെ വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ പറയുന്ന വേർഡ് കൗണ്ട് ലിമിറ്റ് ചെയ്ത് നമ്മൾ 3 months 2 months എന്നുള്ള കാര്യങ്ങൾ കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി ക്രൈറ്റീരിയ വിച്ച് ബിലോങ്സ് ടു ദ OET റൈറ്റിംഗ് മൊഡ്യൂൾ. ലൈക്ക് സെയിം ക്രൈറ്റീരിയ ഹൈസ്റ്റിലാണ് അല്ലേ? കൺസൈസ്നെസ്. ഫൈൻ. I think it's any kind of English things might have a question a proper ആയിട്ട് ആൻസർ ചെയ്യുന്നതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. വേണ്ടത് 2-3 മാസം മുമ്പ് പേഷ്യന്റിന് എന്തെങ്കിലും ചെയ്തോട്ടെ, എന്തെങ്കിലും മെഡിക്കേഷൻ ട്രൈ ചെയ്തോട്ടെ. പല മെത്തേഡ്സിലൂടെ ആയിരിക്കാം ഈ സെല്ലുലൈറ്റിസും ഈ വീനസ് അൾസറിന്റെ മാനേജ്മെന്റ് ഒക്കെ പറയുന്നുണ്ടാവാം. അത് നിലവിൽ ആഫ്റ്റർ 3 months on 8th of January upon his discharge to hospital, is it necessary to the nurse? That is my question. അത് നിങ്ങൾ ആലോചിക്കുക. If it is really helpful, എഴുതുക. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും പറയുന്നില്ല. And that is how OET have tried to trap students this time എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I think all of you might have tackled it brilliantly, and let's hope for the best. And also now നമുക്കൊരു മോഡൽ ആൻസറിലേക്ക് പോകാം. അതിന് മുമ്പ് അഡീഷണൽ ആയിട്ട് ബോഡി പാരഗ്രാഫിൽ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഷ്യൻറ്റിന് since we are requesting for a home visit, we can discuss it is clearly given in the case note that this patient lives alone. She is an elderly woman, 76-year-old ആണ്, elderly ആണ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. And that might be that is considered as an irrelevant data to this nurse who is going for this home visit, right? Okay. And also this patient is on a medication for hypertension. We can also mention about that. And the recommendation paragraph, they have given some suggestions. I will directly read out in the letter. Okay. So we start here directly നമുക്ക് ഇതിന്റെ ഒരു മോഡൽ ആൻസർ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ പോകാം. വേറെ ഒന്നും കൺഫ്യൂസിംഗ് ആയിട്ടില്ല, എല്ലാം വളരെ എളുപ്പമായിട്ടുള്ള ഒരു ലെറ്റർ തന്നെയായിരുന്നു. ഇതുപോലെ ഇനിയും പോയിട്ട് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ, എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ wish ചെയ്യുന്നു. And Soumya SK, good evening. Asha has asked out loud, do we need to mention home visit request in intro para? Well, that is necessary, yes, because that is necessary. Yeah. Either at home or home visit. A word like the reason why we have said it is necessary because the reader should get an idea regarding where and when this patient requires what and where, right? എപ്പോൾ എവിടെ വെച്ച് എന്ത് കൊടുക്കണം എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കണ്ടേ? കണ്ടിന്യൂയിങ് കെയർ ആണ് കൊടുക്കേണ്ടത്. ഇന്നയാൾക്കാണ്, ബോസ്വെൽ എന്ന് പറഞ്ഞ സ്ത്രീക്കാണ് കൊടുക്കേണ്ടത്. ലൈക്ക് ഇന്നാണ് ഡിസ്ചാർജ് എങ്കിൽ ഇന്ന് മുതലാണ് കൊടുക്കേണ്ടത്. എവിടെ വച്ചാണ് കൊടുക്കുന്നത് എന്നുള്ളതൊരു ആൻസർ ക്വസ്റ്റൻ ആണ് അല്ലേ? അല്ലാണ്ട് ചുമ്മാ ഒരു കത്ത് വരികയാണ് ഒരാൾക്ക്. ഫോർ എക്സാമ്പിൾ, ഹരീഷ് ഇസ് ദ നെയിം ഓഫ് ദ പേഷ്യന്റ്. Harish requires continuing care and management for cellulitis. എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം ഞാൻ ഭാഷയ്ക്ക് ഒരു കത്ത് എഴുതുകയാണ്. പ്രിയങ്കയാണ് എൻ്റെ നഴ്സ്. പ്രിയങ്ക മാം, ഹരീഷ് എന്ന് പറയുന്ന പേഷ്യൻറ്റിന് കണ്ടിന്യൂയിങ് കെയർ വേണമെന്ന് പറയുന്ന ആശ എന്ന് പറയുന്ന നഴ്സിന് എഴുതുകയാണ്. സോ ഈ ലെറ്റർ എത്രയേ ഉള്ളൂ? ആശ ഹരീഷിന് സെല്ലുലൈറ്റിസിന് കണ്ടിന്യൂയിങ് കെയർ ആൻഡ് മാനേജ്മെന്റ് കൊടുക്കണം എന്ന് മലയാളത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി പ്രിയങ്ക മാം പ്രിയങ്ക എന്ന് പറയുന്ന നഴ്സ് എഴുതുകയാണ് വിചാരിക്കുക സപ്പോസ്.
സോ ആഷയ്ക്ക് അവിടെ എന്തൊക്കെയായിരിക്കും ഇൻകംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്? എവിടെ ഫസ്റ്റ് തിങ് ഇസ് എവിടെ വെച്ച്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അല്ലേ. അതുപോലെ എന്ന് മുതൽ, അതിനാണ് നമ്മൾ ഡിസ്ചാർജ് ടുഡേ അല്ലെങ്കിൽ ഹി വിൽ ബി ഡിസ്ചാർജ്, ആ ഡേറ്റ് അല്ലെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ആണെങ്കിൽ ഹീസ് ബീങ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിലാണ് ഡിസ്ചാർജ് എങ്കിൽ ഹി വിൽ ബി ഹീസ് ഡ്യൂ ഫോർ എന്നൊക്കെ കൃത്യമായിട്ട് എഴുതാൻ പറയുന്നത്. സോ വെൻ ആൻഡ് വെയർ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം അല്ലെങ്കിൽ അപ്പോൾ ആശ അതർവൈസ് ആശ മൈറ്റ് ബി കൺഫ്യൂസ്, ലൈക്ക് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ട, പേഷ്യൻ്റ് ഇങ്ങോട്ട് വരുമോ, ഞാൻ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ പറയാൻ പറ്റുക. ഇനി ഈവൻ ഇഫ് യു ഹാവ് മിസ്ഡ് ദാറ്റ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ, അത് ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേവ് മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക് ഡെഫിനറ്റ്ലി. I would say it is a mistake because if I say it is right, I might be misleading many students who is going to write the exam in the upcoming dates. So therefore, I would conclude that it is definitely a mistake that you have to take care of. But still, it will be compensated if you have mentioned that somewhere in the letter at least. Yes, that's true. അറ്റ്ലീസ്റ്റ് നമുക്ക് ലെറ്ററിൽ എവിടെയെങ്കിലും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ലെറ്റർ എന്ന് പറയുന്നത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമുക്കത് പ്രോപ്പറായിട്ട് ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് വെർബലി ഞങ്ങളിപ്പോൾ ലൈവ് എടുക്കുന്നത് മീൻസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് സംതിങ് ടു സ്റ്റുഡൻസ്. സോ നമ്മളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈവിൽ പോകും ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മൾ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഏതൊരു ഫോൺ കോൾ ആയിക്കോട്ടെ, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, റിട്ടേൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അത് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു ഫോർമൽ ലെറ്റർ, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ ആ ലെറ്ററിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യക്തത ഉണ്ടാവണം, ക്ലാരിറ്റി ഉണ്ടാവണം, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി that is correct. I hope my idea is clear, right? Yeah, that's true. And Shirley Thomas has helped us with some information. Like she has history of ulcer on right leg. Yeah, definitely. I think I have that's mentioned actually it. a very good important point. Like you have noticed it. That's good. And recently she was admitted to hospital like 3 months ago with venous leg ulcer. Yes. So definitely that has to be just done. confirmed this. Definitely. Thank you, Shirley, for that information. Yes. And now, shall I read the answer? Of course, Yeah. please. I think, yeah, Any other doubts? students might be ready for it. Of course, there is no other doubt left. Sir, in English also, please I explain. think I have tried to explain. Somewhere we forget. Yeah. Most of, I guess, today Yes. in English. Forgot actually. You don't have to worry Somewhere about from now because I'm going to read the letter. You don't have to worry about whether it is going to be in Malayalam or Hindi. It is Okay. going to be in English from now onwards. Alright, and this is a kind of simple letter which we focused on the information. Yeah, is it? definitely. Yes, so we have rightly placed the information, but I think we can improve more on the language quality or the specification because I'm Like, taking what a, might be language? I mean, we can take a bill before because we have prepared it with minutes. So main focus was the necessary information. Am I right, sir? Yeah, sure. Okay. The intention of writing these letters with a span of time is to give you an awareness regarding how to arrange your data and how Yes. to draft a letter in your own words. Yeah. In your own words. That is what we promote. That is what we suggest. Okay. So moving on to the letter, this is how I have drafted the introduction. Requesting homicide for Miss Beryl. Beryl is the name, right? Yep. First name, yeah, I think so. Yep. Beryl. Berilla Boswell for continuing care and management. She is recovering from cellulitis. So what are a simple like this is quite a simple introduction. I haven't used any kind of complicated language. The information is clear and specific. And over to the first body paragraph. Mrs. Boswell has been under treatment for right knee arthritis for a long period and was advised for a knee replacement surgery. However, it was delayed following worsened leg ulcer. Later in October, she was confirmed with venous leg ulcer, full stop. In spite of having managed with compression bandage at home, she was admitted to hospital with increased pain over the right ankle 5 days ago. The suggestive symptoms later confirmed cellulitis. Okay, so it is not that a simple letter, it has got complex sentence too. Yeah, fine. Definitely. Yeah. So, Mrs. Boswell's temperature remained high and was non-compliant to food and water initially, but it has now stabilized.
Along with that, found improvement in walking with aid. Then the secondary body paragraph. Mrs. Boswell is a 76-year-old and lives alone. Her medical history records hypertension, therefore takes amlodipine 5 mg every day. Of note, she uses hearing aids since 2010. And the recommendation paragraph. During a home visit, please make sure frequent assessment of dressing to check improvement of cellulitis and to check pressure ulcer risk. If required, supply her with equipments to seat such as soft cushioning. Also, ensure intake medication, oral flucloraxilin or whatever it is, some ABC 500 mg 4 times a day for 7 days. That's it. Okay. So, വളരെ പെട്ടെന്ന് തീർന്നു നമ്മുടെ ഡിസ്കഷൻ. Okay. Yeah, usually he would take almost my time for discussing the writing task. So I think we have already discussed about this writing before. That's why it become a bit faster. And then moving to the speaking card. So I'm so happy. Like speaking card, I think speculation time. Focus ചെയ്തിരുന്ന ഇൻഫർമേഷൻ വളരെ ഷോർട്ട് ഇൻഫർമേഷൻ ആയിരുന്നു. Why? Because I was pretty sure that I have already informed certain important things in the last 2 videos. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്ത് വളരെ കുറച്ച് കാര്യങ്ങളായിരുന്നു. പക്ഷേ ഐ എം ഹാപ്പി ദാറ്റ് there were so many things which was relevant. It came relevant. ഞാൻ പറഞ്ഞിരുന്നു കാനലൈൻ ഇൻസേർഷൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ കാർഡുകളുടെ അത് പ്രൊസീജിയർ കാർഡ്സ് വരും എന്ന് പറഞ്ഞിരുന്നു. സോ ഫ്രം ദ ഇൻഫർമേഷൻ ഐ ഗെറ്റ് ദറ്റ് സച്ച് കാർഡ്സ് ദെയർ. അതുപോലെ തന്നെ ഞാൻ റെഗുലർ ക്ലാസ്സിൽ ആൻഡ് ഓൾസോ ഐ തിങ്ക് ഇൻ ഓൺലൈൻ ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ വീനസ് അൾസറിൻ്റെ ആസ് ഇറ്റ് ഈസ് ഇൻ ദ റൈറ്റിംഗ് കാർഡ്, അതിൻ്റെ ഒരു യൂഷ്വലി റൈറ്റിങ്ങിനാണെങ്കിലും സ്പീക്കിങ്ങിനാണെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. അത് ഈ വട്ടം വരുവാണെങ്കിൽ അത്ഭുതമില്ല എന്ന് ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വിച്ച് ഹാസ് കം ഫോർ ദ എക്സാമിനേഷൻ. സോ ആൻഡ് ഓൾസോ ഐ ഹവ് മെൻഷൻഡ് അബൌട്ട് ദ സ്പീക്കിംഗ് സെസേഷൻ പ്രോഗ്രാംസ് ഇൻ ദ ലാസ്റ്റ് ലൈവ് വീഡിയോ ടു. ലൈവ് വീഡിയോയിൽ ഞാൻ കോമൺ വേർഡ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെയും സപ്പോർട്ട് സോഷ്യൽ വർക്കർ സപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാംസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് നോട്ട് ഇൻ ലൈവ് ദെൻ ഞാൻ റെഗുലർ ക്ലാസ്സിൽ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്ത കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ വന്നിട്ട് കുറേ നാളുകളായെന്ന് എനിക്ക് തോന്നി. ഏതാണ്ട് അതുപോലെ തന്നെ കാർഡുകൾ, യു ക്യാൻ സീ കാർഡുകൾ, സം ഓഫ് ദ കാർഡ്സ്. സോ IV കാനലേഷൻ സൈറ്റ് റാഷസ് ഞാൻ പറഞ്ഞിരുന്നു സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും വരും. ആൻഡ് മദർ ചൈൽഡ് ഓഫ് ഫാദർ സിനാരിയോ ഇസ് 100% ഷുവർ ഫോർ എക്സാമിനേഷൻ. എക്സാമിനേഷന് വളരെയധികം ഷുവർ ആയിട്ടുള്ളൊരു കാർഡാണ്. അതുപോലെ ഷുവർ ആയിട്ടുള്ള കാർഡാണ് വാക്സിനേഷൻ. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ സോഫാർ ഒന്നും കിട്ടിയിട്ടില്ല അബൌട്ട് വാക്സിനേഷൻ കാർഡ്സ് എന്തായിരുന്നു എന്ന തരത്തിൽ. എന്തായാലും മദർ ചൈൽഡ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ലെഗ് അൾസർ, സോ ലെഗ് അൾസർ കാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സീമ കാർഡ് ഉണ്ടായിരുന്നു. And it gives information about the smoking cessation program. Yes, so ഇങ്ങനെയുള്ള കാർഡുകളാണ് ഇവിടെ നമുക്ക്. ആൻഡ് മദേഴ്സ് എഡ്യൂക്കേഷൻ ഫോർ ബേബീസ് ഇയർ ഇൻഫെക്ഷൻ, ബേബിയുടെ ഇയർ ഇൻഫർമേഷന് അമ്മയ്ക്ക് എന്താ പറയുക, അമ്മയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അഷ്വറൻസും ഒക്കെ കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് കാർഡ് ഉണ്ടായിരുന്നു. സോ ദീസ് വെർ ദ കോമൺ കാർഡ്സ് ഓർ ദ കാർഡ്സ് വിച്ച് ഐ ഹവ് കളക്റ്റഡ് ഫ്രം സ്റ്റുഡൻസ്. ഇത് സ്റ്റുഡൻസ് എനിക്ക് ഫോർവേഡ് ചെയ്തിരുന്ന അവരുടെ 2 കാർഡുകളുടെ ഇൻഫർമേഷനാണ്. ആൻഡ് ദർ ആർ ഓഫ് കോഴ്സ് സം മോർ കാർഡ്സ്. ഇനിയും കാർഡുകൾ ഉണ്ടായിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് വി ഓൾവേസ് സേ ദറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു കാർഡെങ്കിലും എപ്പോഴും ലൈവായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. സോ ഇതിങ്ങനെ നമുക്ക് സ്റ്റുഡൻസ് ദേ ആർ വെരി മച്ച് ഫെമിലിയറൈസ്ഡ് വിത്ത് ദി കാർഡ്സിൻ്റെ കാര്യത്തിൽ അവർക്ക് വളരെ കൃത്യമായൊരു ധാരണയുണ്ട്. ഒരു പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ഡിസ്കഷനിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഒരു എന്താ പറയുക, ബിഫോർ നമ്മൾ ഒരു കാർഡിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് അതിൻ്റെ ഹെഡിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ സിനാരിയോ വായിക്കുന്നതിന് മുന്നേ തന്നെ ഗസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റൽ വാർഡ് ആണെങ്കിൽ ഏതാണ് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എന്ന് എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അവർ കൃത്യമായി ഗസ് ചെയ്ത് പറഞ്ഞുതരും.
അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പീക്കിംഗ് ചെയ്ത് കഴിയാൻ നേരത്ത് ഇങ്ങനെ നമ്മൾ അതിൻ്റെ കീവേഡ്സ് അതിൻ്റെ വേർബ്സ് വെച്ച് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു കാർഡിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ സാമ്പിൾ കാർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് അതർ തന്നെ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു ടു പ്രാക്ടീസ് എസ് വെൽ. ഞാൻ എപ്പോഴും മെയിനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു കാർഡ് തന്നെ ഒരു 3 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഒറ്റ കാർഡ് 3 തവണ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത കാർഡ് തന്നെ വീണ്ടും ചെയ്യുന്ന എന്തിനാ? ദാറ്റ്സ് അഗൈൻ എ ക്വസ്റ്റ്യൻ. സി ഞാൻ ഈവൻ എക്സാമിന് അടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും എല്ലാവരും അത്യാവശ്യം 340 താഴെ ആരും പോകത്തില്ല എക്സാമിന്. ഇപ്പോൾ ലെവൽ 2 ജസ്റ്റ് കയറി വന്നവരാണെങ്കിലും എക്സാം അടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ മാക്സിമം 340 ആണ്. അതിന് മുകളിലോട്ട് കുറേ ഉണ്ടാകും. അപ്പം ഞാൻ ഈ 340 ബോർഡറിൽ വന്ന് നിൽക്കുന്നവരോട് ഫ്രാങ്ക് ആയിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സ്പീക്കിംഗ് സ്പെഷ്യലി സ്പീക്കിംഗ് പോലുള്ളൊരു മൊഡ്യൂൾ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഒരു വട്ടം വളരെ സ്മാർട്ടായിട്ട് വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സ്പീക്കിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, റീഡിങ് ലിസണിങ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മളെല്ലാം വളരെ നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത നമ്മുടെ തന്നെ ആ ബെഞ്ച് മാർക്കിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. വിൽ ഓൾവേസ് ഹാവ് എൻ ഈഗർനെസ്, ആ ഒരു enthusiasm ടു മെയിൻറ്റെയിൻ ദ സെയിം ലെവൽ. അത് നമുക്ക് ഭയങ്കരമായിട്ടുണ്ടാവും, വിച്ച് വിൽ ബൂസ്റ്റ് അവർ കോൺഫിഡൻസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാർഡ് തന്നെ 3 വട്ടമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഈ ഒരു കാർഡിൽ നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കി. കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാക്കുന്നൊരു മിസ്റ്റേക്സാണ് ask about the compliance of procedure to the patient, how cooperative the patient was to the procedures എന്നുള്ള രീതിയിലുള്ള മീനിങ് വരുന്ന ഒരു ബുള്ളറ്റ് പോയിന്റ് എപ്പോഴും സ്റ്റുഡൻസിന് വളരെ കൺഫ്യൂസിങ് ആയിട്ട് വരാറുണ്ട്. സോ അവിടെ നമ്മൾ ഒരു വട്ടം തെറ്റിച്ചു, ഓക്കെ, അത് നമ്മൾ അവിടെ വിട്ടു, ഇനി നമ്മളത് ആ കാർഡ് ചെയ്ത് നോക്കുന്നില്ല. മറ്റൊരു കാർഡിൽ അതേ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതേ തെറ്റ് നമുക്ക് ആവർത്തിക്കുകയാണ്. മറിച്ച് ഇതിനകത്ത് അത് ഫുള്ളി ഫോക്കസ് ചെയ്ത് മൊത്തത്തിൽ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒരു വട്ടം ഇത് പ്രസൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, നെക്സ്റ്റ് ടൈം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇതിലെ പല സെൻറ്റൻസുകളും വളരെ യൂസ്ഫുൾ ആയിട്ട് വരികയും ചെയ്യും, തീർച്ചയായിട്ടും വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരു കാർഡ് 3 വട്ടം പെർട്ടിക്കുലർലി പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ എപ്പോഴും നിർബന്ധിച്ച് പറയുന്നത്. OETക്ക് സ്പീക്കിംഗ് കാർഡിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായൊരു പാറ്റേൺ ഉണ്ട്. ദേ വിൽ ഓൺലി ഫോളോ സച്ച് കൈൻഡ് ഓഫ് പാറ്റേൺ. ആ ഒരു പാറ്റേൺ ആണ് അവർ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വേർബ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതേ വെർബ് വരുന്ന ഒരു 3-4 സ്പീക്കിംഗ് കാർഡ് എടുക്കാം. അതിൻ്റെ ഒത്തിരി വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അത് പറയുന്നത്. ഒരേ വേർബ് വരുന്ന ഒരു 3-4 പല കാർഡുകളിൽ നിന്നുള്ള 3-4 സെൻറ്റൻസ് എടുക്കാം. ഫോർ സേ ഐ കെൻ സേ ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്ന വാക്കിൽ തുടങ്ങുന്ന ഒരു 3-4 സെൻറ്റൻസുകൾ നമ്മളെടുത്ത് ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക ഫോർ സപ്പോസ്. എന്നിട്ട് നമുക്കതിൻ്റെ സിനാരിയോ അറിയണ്ട, അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പോലും അറിയണ്ട, പക്ഷേ ഈ സെൻറ്റൻസുകൾ എനിക്ക് പെട്ടെന്ന് കാണാൻ നേരത്തെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഒരേ പാറ്റേൺ ഓഫ് സെൻറ്റൻസ് ആണ്, ഒരേ സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെയായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഫ്രീക്വൻലി ട്രൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കതൊരു 3 വട്ടം ചെയ്ത് നോക്കാം. 3 എന്നുള്ളത് ആക്ച്വലി നോട്ട് ഫോർ എവ്രി വൺ, ഓരോരുത്തരുടെയും രീതി വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു ഹമ്മിങ് പോലും ഉണ്ടാക്കാതെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എന്താ പറയുക, ഒരു സ്റ്റേജിലൊക്കെ കയറി ഒരു ഡ്രാമ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ, ഓക്കെ, ഡ്രാമ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എന്താ പറയുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പാകത്തിന് ഒരു കാർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണ്, യു സെറ്റ് യുവർ ഓൺ ബെഞ്ച് മാർക്ക്. പിന്നെ നിങ്ങൾ താഴത്ത് വരില്ല, ആ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അതേ സ്പീക്കിംഗ് മോഡ് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഐ തിങ്ക് we've got it. Yeah, I think it is a little yes. writing. Yeah, please. Home visit is not mentioned anywhere in the question. There is a question asked by Jinsi or something. Yeah, fine. Roshni? So actually, I think this patient was keen on getting back to home, I guess. And also they have mentioned he is getting discharged, isn't it? So from that, we can understand that it is definitely a home visit. And also it is for the community health nurse. Yes. ഓക്കെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിനാണ് അവിടെ ക്വസ്റ്റ്യൻ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫോറിൻ സെറ്റപ്പിൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കെയർ ആൻഡ് മാനേജ്മെൻ്റ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്നതുകൊണ്ടായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ അവരുടെ കെയർ ആൻഡ് മാനേജ്മെൻ്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിയറസ്റ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. അവരാണ് നിയറസ്റ്റ് ആക്സസിബിൾ ആയിട്ടുള്ളത്, നിയറസ്റ്റ് അവരാണുള്ളത്. സോ അങ്ങനെയാണ് യൂഷ്വലി ഒരു
ഫോറിൻ പ്ലാറ്റ്ഫോമിൽ ഫോറിൻ സെറ്റപ്പിൽ വർക്ക് സെറ്റപ്പിൽ അങ്ങനെയാണ് നടക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഗസ് ചെയ്യാം അല്ലേ. മേ ബി അങ്ങനെ ഗസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഗസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ പ്രോപ്പറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ, ഞാനിത് ആഡ് ചെയ്യാൻ കാരണം ഞാൻ സ്പീക്കിങ്ങിൽ അവർക്ക് ആ ഒരു പിക്ചർ കൊടുക്കാറുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ഹോം വിസിറ്റിന് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു പിക്ചർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് റിലേറ്റ് ചെയ്ത് മാത്രം. റൈറ്റിംഗ് ക്വസ്റ്റനിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഗസ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നില്ല. Clear, yes. And Roslyn Matthew has got a question. Home visit in the Pagaram. I am writing to refer Mr. X who requires ongoing care and support while she is recovering from cellulitis എന്ന് എഴുതിയാൽ ശരിയാണ്. ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു കെൻ മെൻഷൻ ഹോം വിസിറ്റ് അല്ലേ. അതുപോലെ തന്നെ സ്ലൈറ്റ് ഒരു യൂസേജിന്റെ ongoing care and management, full stop. She is recovering from cellulitis. It makes more sense. But we do recommend to write the word home visit or at home. Definitely. Okay, again, preparing a patient with appendicitis surgery. Okay, procedure ആയിരുന്നു അല്ലേ, എക്സ്പ്ലനേഷൻ. അപ്പോൾ എനിക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി വി ക്യാൻ ഡിസ്കസ് ആക്ച്വലി. അതിനെപ്പറ്റി ഫേർദർ നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ സെക്കൻഡ് തേർഡ് പോയിന്റുകളൊക്കെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാർഡിനെ പറ്റി ഐ തിങ്ക് ഇറ്റ് വാസ് ആശ എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരാം. സോ ആശ ഹാസ് ഗോട്ട് എ കാർഡ് അബൌട്ട് appendicitis ആൻഡ് എന്തായിരുന്നു സെറ്റിംഗ് എന്തായിരുന്നു അതിൻ്റെ? ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ യൂട്യൂബ്സ്. ഓക്കെ, സോ ആഷയ്ക്ക് കിട്ടി ആ കാർഡിൻ്റെ സെറ്റിംഗ് ഒന്ന് പറയാം കേട്ടോ. ആൻഡ് ഐ തിങ്ക് വി ഫർഗെറ്റ് ടു സ്പീക്ക് അബൌട്ട് ദ ലിസ്ണിങ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് എക്സാം എഴുതിയെന്ന് പറയുന്നവർ ആ ലിസ്ണിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക, എന്തെങ്കിലും നിങ്ങൾ ഹൗ യു ഹാഡ് ദ ലിസ്ണിങ് ടെസ്റ്റ്, വാസ് ഇറ്റ് കംഫർട്ടബിൾ ഫോർ യു എന്നുള്ളത് കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. ബിക്കോസ് ഇത് നമ്മളുടെ ഒരു പെർട്ടിക്കുലർ സെൻറ്ററിൽ എഴുതിയ കുട്ടികൾക്ക് വന്ന ടെക്നിക്കൽ എറർ ആണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Okay, preparing a patient with appendicitis surgery. Okay, so how was the speaking card? In the മൊത്തത്തിൽ സ്പീക്കിംഗ് കാർഡ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സ്പീക്കിംഗ് എപ്പോഴും നമ്മൾ എത്രയൊക്കെ ടഫാണ് എന്ന് പറഞ്ഞാലും സ്പീക്കിംഗ് ആണ് ഏറ്റവും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. Yes, listening part A was easy, Asha Thomas. Okay, your audio was comfortable, I guess. Comfortable ആയിരുന്നോ audio? And നിങ്ങൾ ടോപ്പിക് ഓർക്കുന്നുണ്ടെങ്കിൽ you can also mention that. ടോപ്പിക് എന്ന് മെൻഷൻ ചെയ്യാം. And Asha, thank you for giving us a lot of answers. റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ആശ പറഞ്ഞു തരുന്നുണ്ട്. Okay, that's very good. So നമ്മളുടെ സെറ്റിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സ്പ്ലനേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിനൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു പാറ്റേൺ ഉണ്ട്. അതിനകത്തുനിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഈ വട്ടവും OET സ്പീക്കിങ്ങിലൊന്നും കൊണ്ടുവന്നിട്ടില്ല. സോ യു ക്യാൻ ആക്ച്വലി ഫോളോ ദ സെയിം പാറ്റേൺ വിച്ച് വി കണ്ടിന്യൂയിങ് OETയുടെ. അപ്പോൾ അത് അവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു തറോ ഒബ്സർവേഷൻ വേണം. അത് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും റീഡിങ് ലിസണിങ്ങിൻ്റെ സെഷൻസിനാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ട്രാക്ക് എപ്പോഴും ആവശ്യമാണ് അല്ലേ. ഐ തിങ്ക് സോ ഇത് ഞാൻ എപ്പോഴും പറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഒരിക്കലും അറ്റ്ലീസ്റ്റ് ആ ലാസ്റ്റ് ഒരു 2 weeks എങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാർഡുകളും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും മാത്രം ചെയ്യുക. ഓക്കെ, ചിത്ര ഹാസ് ഓൾസോ ഗോട്ട് പ്രീ പ്രൊസീജിയർ ലാബ് ആൻഡ് appendectomy. Okay. Appendectomy. Alright, so Chitra has also got the same card, I guess. Alright, so ഇത് ഈ രീതിയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. Okay, and anything else for you to add, sir? I think nothing more. I think we will spare them for today. Okay, alright, so bit earlier, like we finished quite a bit earlier. So തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു ആഴ്ച അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിസൾട്ടൊക്കെ പ്രതീക്ഷിക്കാം. OET അടുത്ത റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യാനുള്ള ആഴ്ചയാണ് നമുക്ക് അടുത്ത ആഴ്ച. ലുക്കിംഗ് ഫോർവേഡ് ആൻഡ് ഓൾസോ എല്ലാവരും നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ 100+ റിസൾട്ടൊക്കെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും വേണം അല്ലേ. ഓക്കെ,
അതൊക്കെ വാല്യൂട്ട് ചെയ്യാനുള്ള കോമൺ സെൻസ് ഒക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു എക്സാമിന്റെ റിസൾട്ടുകൾ തന്നെ വീണ്ടും വീണ്ടും ഒരു കുട്ടി വീണ്ടും തന്നെ 4 വട്ടം പാസ്സാക്കിയാണ്. പല എക്സാമിലും ഒരു കുട്ടി തന്നെ പാസ്സാവുന്ന പ്രക്രിയകൾ ഐ തിങ്ക് ദാറ്റ് വാസ് എ ഇൻട്രസ്റ്റിംഗ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ലൈക്ക് കാണുമ്പോൾ. തീർച്ചയായിട്ടും ഞാനിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഇത് പല ലൈവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ നീറ്റ് എക്സാമിന്റെ റിസൾട്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ നീറ്റ് എക്സാമിന് ഹയസ്റ്റ് റാങ്കിലെത്തിയ കുട്ടി 3 ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലായിരുന്നു അതിൻ്റെ ഒരു എന്താ റെക്കോർഡ് വന്നത്. സോ ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ഹാപ്പൻ. ഇറ്റ്സ് ഗുഡ് ടു ഒബ്സർവ്. മാർക്കറ്റിംഗ് ഗിമിക്സ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാതെ അതൊരു ന്യൂസ് ആയിട്ട് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. സോ സംതിങ് ദാറ്റ് വി ക്യാൻ റിലേറ്റ്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ളതും സംസാരിക്കാറുള്ളതായിട്ടുള്ള സെയിം കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളെപ്പോഴും കാണാറുള്ളതും അനലൈസ് ചെയ്യാറുള്ളതും ഒക്കെ ആയിട്ടെടുത്ത് ഓർത്തുപോയി. അതുകൊണ്ട് ഐ തോട്ട് ഐ ഷുഡ് ഷെയർ. സോ സി ഇത് നിങ്ങൾക്കും ഒരു അനാലിസിസ് ആണ്. ഇതിനൊക്കെ ബോധവാനായിരിക്കുക. ഡോണ്ട് ഗെറ്റ് യുവർസെൽഫ് ട്രാപ്ഡ്. അതെ, like we believe in the reviews that students give. അതുകൊണ്ട് complaints ഒന്നും completely ഇല്ലാത്തത് ആരും കാണത്തില്ല. Yes, you do people invest a lot of money for this kind of method like teaching preparation. OET ആണെങ്കിലും IELTS ആണെങ്കിലും ഒരുപാട് ട്യൂഷൻ ഫീസ് ആണെങ്കിലും എക്സാം ഫീസ് ആണെങ്കിലും നിങ്ങളുടെ സമയം എഫേർട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബി കോൺഷ്യസ്, യു ഹാവ് ടു ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. അത് നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന മാർക്കറ്റിംഗ് ഗിമിക്സിൽ പെട്ട് പൈസ. ആൻഡ് ഓൾസോ ആസ് ഐ സെഡ് നമ്മളും എല്ലാ ആഴ്ചയിലും തന്നെ സ്റ്റുഡൻസിനെ എല്ലാ ആഴ്ചയിലല്ല എല്ലാ മാസങ്ങളിലും സ്റ്റുഡൻസിൻ്റെ റിവ്യൂ കളക്ട് ചെയ്യാറുണ്ട്. വി ആർ ഓൾവേസ് സി നമ്മളിപ്പോൾ നന്നായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ സിസ്റ്റം ഒക്കെ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നെവർ എനി വൺ ക്യാൻ റിലാക്സ്. എവറി ടൈം ആസ് അവർ നെയിം സേസ് വി ഹാവ് ടു അപ്ഡേറ്റ് ആൻഡ് സീ where it is wrong and what to improve. അത് എപ്പോഴും നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. ഡെഫിനറ്റ്ലി ഒരിക്കലും ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസിനും ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഒരിക്കലും പോകുന്നില്ല എന്ന് പറയുന്നില്ല. അതൊക്കെ നമുക്ക് വെറുതെ പറയാമെന്നല്ലേ ഉള്ളൂ. ഡെഫിനറ്റ്ലി there will be students who find some problems. അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ പ്രോപ്പർ ടൈമിൽ റെക്ടിഫൈ ചെയ്ത് അവരുടെ പ്രോബ്ലംസ് നമ്മൾ അഡ്രസ് ചെയ്ത് പ്രോപ്പറായിട്ട് അത് സോൾവ് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പോയാലേ സ്റ്റുഡൻസ് ആർ ഓപ്പൺ ടു us. നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാവരോടും പറയും. എന്തെങ്കിലും റെഗുലർ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നമ്മളൊരു സിസ്റ്റം ഉണ്ട്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെത്തഡോളജി ഉണ്ട്, എഫിഷ്യന്റ് സ്റ്റാഫ്സ് ഉണ്ട്, ക്വാളിഫൈഡ് ഓവർ ക്വാളിഫൈഡ് സ്റ്റാഫ്സ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. To be frank, yes, English language we're so proud of presenting all of them. അവരെ ഒത്തിരി ഇപ്പം ഓൺലൈൻ സ്റ്റുഡൻസിന് റീഡിംഗ് ലിസണിങ് അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഒത്തിരി പ്രൗഡോടെയാണ് നമ്മൾ എപ്പോഴും വിളിക്കുമ്പോഴാണെങ്കിലും എൻക്വയറി എടുക്കുമ്പോഴാണെങ്കിലും അവരെ പ്രസന്റ് ചെയ്യും. ഒരുപാട് കൊളീഗ്സ് ആയിട്ട് നമുക്ക് ഒരുപാട് പേര് ആ ഒരു മേഖലയിലുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരിക്കലും 100% പെർഫെക്റ്റ് ആണ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഒരിക്കലും വേണ്ടാൻ പറ്റില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര വർഷം വളർന്നാലും എത്രത്തോളം വളർന്നാലും ഒരിക്കലും സിസ്റ്റം ക്യാൻ നെവർ ബി പെർഫെക്റ്റ്, ബട്ട് വി ആർ ട്രൈയിങ് always to make the system perfect and run smoothly. അപ്പം നിങ്ങൾ ഒരിക്കലും ഇവിടെ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും. and we will try our level best to make you comfortable and give you the best. Yes, and that's why we are into this. നമ്മൾ ഇതിന്റെ നടുക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും we give master classes. It's not because there are a lot of brilliant trainers taking individual sessions. എന്നാലും നമ്മളൊരു മാസ്റ്റർ ക്ലാസ്സസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം we want our students to directly talk to us. നമ്മളുമായിട്ട് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വെക്കുന്നത് അതിൻ്റെ ഒരു ഇംപ്രൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. വേറെ ആർക്കും കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് പാർട്ട് മാത്രം നോക്കി ഒരിക്കലും അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ ഇന്ന് എല്ലാ ദിവസവും കുട്ടികളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ സെഷൻസ് കൊടുക്കുന്നുണ്ട്, റീഡിംഗ് ഡിസ്കഷൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ പോലും മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൺലൈൻ സ്റ്റുഡൻസ് നമ്മളതിവിടെ പ്രിന്റ് ഔട്ട്സ് എടുത്ത് വി ഹാവ് എ ടീം വർക്കിംഗ് ഓൺ ദാറ്റ് എല്ലാ ദിവസവും തന്നെ അല്ലേ. അവർ പ്രിന്റ് ഔട്ട്സ് എടുത്ത് റെഗുലർ സ്റ്റാഫിൻ്റെ അടുത്ത് കറക്ഷൻസ് ചെയ്ത് ആ കറക്ഷൻ ചെയ്ത പേപ്പർ വീണ്ടും സ്കാൻ ചെയ്ത് അവർക്ക് തിരിച്ചയച്ചു കൊടുത്ത് അതിന് ഡീറ്റെയിൽ ഫീഡ്ബാക്ക് ഇത്രയും എഫോർട്ട് എടുത്തിട്ടാണ് ഈവൻ നമ്മളൊരു മോക്ക് ടെസ്റ്റ് പോലും കണ്ടക്ട് ചെയ്യുന്നത്. ബിക്കോസ് but we find a lot of pleasure in it. Definitely, we enjoy it. Because we are sure about the result. Yes.
ആശ തോമസ് എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ മീൻ ഷീ ഹാസ് ടൈപ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്. അതിന് കുറേ സമയം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഫൈൻഡ് ഔട്ട് പെയിൻ ആൻഡ് ഓൾസോ അബൌട്ട് മൂഷിയ. റെസിസ്റ്റ് ഗിവ് പെയിൻ കില്ലേഴ്സ് നീഡ് ടു ചെക്ക് വിത്ത് അനസ്തെറ്റിക്. സോ പേഷ്യൻറ്റ് പെയിൻ കില്ലേഴ്സിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടാവും. സോ ദ നഴ്സ് ഇസ് ആക്ച്വലി resisting it. I mean, I'm so sorry to give, right now we can't give you painkillers because immediately we are going to give you anesthesia. So painkillers are not allowed before എന്നുള്ളൊരു രീതിയിലായിരിക്കും. And also and check with anesthesia, complication of taking food before surgery. നമ്മൾ ലാസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് നിൽ ബൈ മൗത്ത് എന്നുള്ളൊരു ടേം ഞാൻ കഴിഞ്ഞ സ്പെക്കുലേഷനിൽ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു റെലവൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അബൌട്ട് പ്രൊസീജിയർ, സ്റ്റിച്ചസ് ആൻഡ് ഇറ്റ് റിമൂവൽ, അതിനൊക്കെ പറ്റി പേഷ്യൻറ്റിന് കൺസേൺസും ഉണ്ടായിരുന്നു. നമ്മളത് ക്ലിയർ ചെയ്തും കൊടുത്തു അല്ലേ. അങ്ങനത്തെ ഒരു കാർഡായിരുന്നു. ആശ, ഇറ്റ് വാസ് ക്വൈറ്റ് എലാബറേറ്റ്. I mean, you have elaborated it well and also it was pretty clear. Thank you so much. I think, yeah. So, if you have any doubts or any queries regarding the questions examination and also regarding the crash course or regular classes, online or offline regarding classes, anything, you can yes. just contact the number given in the screen, or you can get the details from our Facebook, Instagram, YouTube pages. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാത്തിലും അതെ നിങ്ങൾ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മളെ തന്നെയാണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് വേറെ ആരെങ്കിലും ആണ് നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ പറയേണ്ട താമസം അല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ you will be able to, and the coordinators and counselors are really warm and friendly to you. So thank you so much, and once again thank you so much to all the online trainers who working and the regular, in fact, regular, and also the coordinators and counselors. Yeah. Yes. Keep yourself updated, and that's me Harish signing off. Good night. And that's me Priyanka. Good night. Bye.